ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം കുറച്ചധികം പരിപാടിയുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു ഡ്രമ്മിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് വേറെ ഒന്നുമല്ലാണ്ട് നമ്മുടെ ഏലത്തിന് നമ്മൾ മരുന്നടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡ്രമ്മിൽ വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളത്. നല്ല തെളിഞ്ഞ വെള്ളതാണ്. ഒന്നൊരു കാൽ ഭാഗത്തോളം നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫുള്ള് വേണ്ട, ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചതിന് ശേഷം നമ്മൾ മരുന്നെല്ലാം നന്നായിട്ട് തന്നെ വേറെ പാത്രങ്ങളൊക്കെ കലക്കിയതിന് ശേഷം നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രമ്മിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 200 ഡ്രമ്മാണ്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ പറമ്പിൽ ഇതേപോലെ മരുന്നടിക്കാൻ വളം കലക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഡ്രം കൂടിയായിട്ട്. അപ്പോൾ നമ്മൾ 3 ആളും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹെഡിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു മരുന്നടി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മോട്ടറിൽ നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ആവണിക്കുട്ടി ഇവിടെ തിരക്ക് പിടിച്ച് വേറെ കുറച്ച് പരിപാടിയാണേ. എന്താ ആവണിക്കുട്ടി പരിപാടി? ഇവിടെ കാര്യമായിട്ട് ഇവിടെ കുറച്ച് നമ്മുടെ ചുക്കുട്ടിക്കായ ഉണ്ടല്ലോ, അതായത് മണിത്തക്കാളി, അതിതാ കാര്യമായിട്ട് പറിച്ചിട്ടാളിതാ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാർക്കാ? ആവണിക്കാണോ? ആവണി പഴുത്തതൊക്കെ പറിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് പച്ചയും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും പച്ചയൊക്കെ പറിക്കുന്നത് തിരക്കില്ലാട്ടോ നമ്മുടെ ആവണിക്കുട്ടി. നോക്കിയാൽ കാര്യമായിട്ട് പറിച്ചത് എത്രത്തോളം ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പഴിപ്പിക്കാൻ കൊണ്ടുപോകാനാണോ ആവണിക്കുട്ടി പറിച്ച്? പിന്നെ പറിച്ചു കൊണ്ടുപോകാനാണോ? പിന്നെ അവിടെ വെക്കാനാണോ? ഇത് പോരെ? ഇനി വേണോ? ഇനി വേണമെന്നാട്ടോ അവൾ പറയുന്നത്. ഇത് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ചുക്കുട്ടിയുടെ ചെറിയൊരു ഒരുപാട് വർഷമൊക്കെ ആയിട്ടുണ്ട്. കാരണം നന്നായിട്ട് തന്നെ ഒരു കാലപ്പഴക്കമുള്ളതാട്ടോ. ഒത്തിരി മൂത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറച്ചുണ്ട് കേട്ടോ കായ്കളായാലും. അമ്മക്കുട്ടി എന്നാ പറിച്ചോട്ടോ, അമ്മക്ക് കുറച്ച് പണിയുണ്ട്. പറിക്കി ഫുള്ള് പറിക്കി. ഇപ്പം നമ്മൾ ഡ്രമ്മിൽ വെള്ളം പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ടാട്ടോ നമ്മുടെ ആൺകുട്ടിയുടെ എന്താ ചെയ്ത് നോക്കാൻ വേണ്ടി വന്നത്. എന്തായാലും വെള്ളം ആയതിനു ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി. എന്തായാലും അതിന് മുന്നേ നമുക്ക് മരുന്നൊക്കെ ഒന്ന് കലക്കാനുണ്ട്. നമ്മൾ ഈ ഏലത്തിന് മരുന്നടിക്കലാന്നൊന്നും പറഞ്ഞില്ല. അപ്പം എന്തായാലും ഏലത്തിന് മരുന്നടിക്കുമ്പോൾ എന്താണ് ഈ ജാതി ചോട്ടിൽ നിന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടോ? അത് വേറെ കേട്ടോ. നല്ല വെയിലല്ല. അപ്പോൾ ഈ ഒരു നല്ല വെയിലത്ത് നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഏലം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ വെച്ച് കൊടുക്കുക തൈ ഏലങ്ങളാണ്. അപ്പം ഒരുപാട് ചിമ്പൊക്കെ പൂട്ടി അങ്ങനെ വലുതായിട്ട് അങ്ങനെ ഒരു എന്താ പറയുക ഒരു കൂടാരത്തിൻ്റെ ഒരു സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് നല്ല വെയിലടിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് മരുന്നടിക്കുന്നതൊക്കെ പറഞ്ഞാൽ വെള്ളം പിടിക്കാനായാലും അതുപോലെ തന്നെ മരുന്നൊക്കെ കലക്കി നന്നായിട്ട് ഡയലൂട്ട് ചെയ്യില്ല. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒരു ഡ്രമ്മ് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കുരു വെയിലത്തുന്നതിന് നമ്മൾ ഇതൊക്കെ കലക്കുമ്പോഴത്തേക്കും നമ്മൾ കരിഞ്ഞുണങ്ങി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആ ഒരു ഭാഗത്ത് നിൽക്കാൻ നേരിയത്. ഈ ഒരു ജാതിത്തൈ എന്നൊക്കെ പറയുമ്പോൾ നോക്കി അത്യാവശ്യം ഹൈറ്റിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ തട്ടയും നോക്കി നന്നായിട്ട് ഇങ്ങനെ ഒരു വട്ടം വീഴ്ചയായിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു തണലാട്ടോ. പുറത്തത്തെ ആ ഒരു വെയിലും നമ്മളങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു അതുകൊണ്ട് മാത്രമാണ് നമ്മളെന്തായാലും ഇതിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് കൂട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇതാ വെള്ളം ഒരു 1/2 ക്യാനോളം ഏകദേശം ആയി തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഏതാണെന്ന് വളങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നല്ല തണുപ്പാട്ടോ. വെള്ളത്തിലേക്ക് തൊടുമ്പോഴത്തേക്കും നല്ല ഐസിലേക്ക് തൊടുന്ന ഒരു ഫീലാട്ടോ. അതിൻ്റെ തണുപ്പാണ്. താഴെ കിണറ്റിന്നാണ് നമുക്ക് മോട്ടർ അടിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ കിണറ്റിൽ നിന്ന് വരുന്നൊരു വെള്ളമാണ്. നല്ല തെളിഞ്ഞ നീറൊക്കെ വരുന്ന ആ ഒരു ഫീലാട്ടോ വെള്ളം കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം അവിടെ നിറയാനായിട്ട് എന്തായാലും ബാക്കിയുള്ള കൂടി നിറയട്ടെ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ പോണ വളതാണ് ഈ 2 വളങ്ങളാണ്. അപ്പോൾ റൈബോയും അതേപോലെ തന്നെ നമ്മുടെ ലെപ്റ്റോയും ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏലം കർഷകരെ സംബന്ധിച്ചോളം കുറേ കർഷകർക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും. ഏലം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു കൃഷി രീതി. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന അത്രയും ഒരു നന്നായിട്ട് കെയർ കൊടുത്ത് വളർത്തേണ്ട ഒരു കൃഷി രീതിയാണ് നമ്മുടെ ഏലം എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഈ ഒരു വളം നമ്മൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് കായ്കളൊക്കെ നമുക്ക് മൂക്കുന്ന ആ ഒരു ടൈമിൽ ചൊറി വരുന്നൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതേപോലെ തന്നെ തണ്ട് തുരപ്പൻ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഈ 2 വളങ്ങളും ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്കിനി വഴിയെ കാണാം. ഇപ്പോൾ വളം കലക്കുന്നതിന് മുന്നായിട്ട് ഇതിനെപ്പറ്റി അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഏലമൊക്കെ ആദ്യമായിട്ട് കാണുന്ന കുറേ പേരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്ന് കാണിച്ചതിന് ശേഷം നമുക്ക് വളം കലക്കലിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും വെള്ളം ഞാൻ അവിടെ അറിയാൻ വെച്ചാൽ കുറച്ചുകൂടി അറിയാണ്ട് എന്തായാലും അതുകൊണ്ട് നന്നായിട്ട് അറിയട്ടെ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏലത്തിൻ്റെ ചുവട്. ഇപ്പോൾ ഏലത്തിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന കൂട്ടുകാർ ഉണ്ടാവും. ഉള്ള കൂട്ടുകാർക്ക് വേണ്ടി അല്ലാതെ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊന്നും പറയുന്നത്. കാരണം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് എന്തായാലും ഇതൊക്കെ ഓൾറെഡി അറിയാമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എന്തായാലും ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഏലത്തിൻ്റെ ഒരു ചുവട്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് വർഷമായിട്ടുള്ള ഒരു ഏലത്തിൻ്റെ ഒരു ചുവടാണ്. അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് ഒരുക്കി നിർത്തിയിരിക്കും കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ നല്ല വെയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുക്കിയിട്ടുള്ള ആ ഒരു ചപ്പൊക്കെ നമ്മൾ ഫുള്ള് ഇങ്ങനെ അതുപോലെ ഇങ്ങനെ ചുറ്റിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം നല്ല വെയിലായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പൊത ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കുന്നതുകൊണ്ട് കുറച്ചെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ആ ഒരു തണുപ്പ് എപ്പോഴും കുറേ അപ്പോൾ നമുക്ക് ഒരു ദിവസം നമുക്ക് എങ്ങാനും നനയ്ക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ആ ഒരു പൊത ഇട്ട് കൊടുക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു തണുപ്പ് ചുവട്ടിലുണ്ടാവും. ചുവട്ടിന് വേരോട്ടൊക്കെ നന്നായിട്ട് കൂടാനൊക്കെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ നന്നായിട്ട് പൊതയൊക്കെ ഇട്ട് നിർത്തിയിരിക്കും. അപ്പോൾ ഇതാണ് ഏലത്തിൻ്റെ ഈ ഒരു മേളിലേക്ക് പോകുന്ന ഒരു ഇത് കണ്ടോ. അപ്പോൾ ഇതിനാണ് നമ്മൾ തട്ടകൾ എന്ന് പറയുന്നത്.
അപ്പോൾ വീണ്ടും പറയാൻ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത കൂട്ടുകാർക്കാണ് ജസ്റ്റ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. കാരണം ഏലം കർഷകരായ കുറേ പേര് ഒരു വീഡിയോ കാണുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ധാരണയില്ലാത്ത കൂട്ടുകാർക്ക് മാത്രമാണ് ജസ്റ്റ് ഒന്നും പറയുന്നത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഈ ഒരു ഏലത്തിൻ്റെ തട്ട. അതേപോലെ തന്നെ ഇതാണോ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനേക്കാണ് ശരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശരമൊക്കെ പൊട്ടിയിട്ടുള്ളൊരു ചോട് തന്നെയാണ്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ഏലത്തിൻ്റെ പൂക്കൾ. അപ്പോൾ ഇതിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ പൂക്കളുണ്ട്. ഇപ്പോൾ നമ്മൾ കായൊക്കെ എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ കായ് ഫുള്ള് എടുത്ത് ഒരിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല സെറ്റാക്കിയപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ നന കൊടുക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഏലക്കായ. അപ്പോൾ ഒരുപാട് കാത്തിരിപ്പിൻ്റെ ഒരു റിസൾട്ടാണെന്ന് പറയാട്ടോ നമുക്ക് ഒരു ഏലക്കായ എന്ന്. കാരണം നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ട് നടക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് ഡിസീസൊക്കെ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ വലിയ ഡിസീസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പാടിച്ച റിസൾട്ടാണ് ഈ ഒരു വിരിഞ്ഞ് നിൽക്കുന്ന കായകൾ. അപ്പോൾ എന്തായാലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കായ ഉണ്ടാകുന്ന ഈ ഒരു സംഭവം കണ്ടു. അപ്പോൾ ഇതിനാണ് നമ്മൾ കൊത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൊത്തിലൂടെ അടിയൊരു കായ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു മരുന്നടിക്കുന്നത് നമ്മുടെ ഈ ഒരു തണ്ടിലുണ്ടാകുന്ന ഈ ഒരു തണ്ട് തുരപ്പനും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കായ്കളുണ്ടല്ലോ, ഈ ഒരു കായ്കളിലുണ്ടാകുന്ന ചൊറിയുണ്ട്. അപ്പോൾ ചൊറി ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു ചോട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ, പല കായ്കളിലും ചൊറിയുണ്ട്. അപ്പോൾ ഈ ഒരു കായ എടുത്താൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. കായുടെ ഒരു ടെക്സ്ചർ പോലും നമുക്ക് ആ ഒരു ചൊറി പിടിച്ചിട്ട് നോക്കി നല്ല രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടല്ലേ. ആ ഒരു റൗണ്ടായിട്ട് വരുന്നത് തന്നെ നോക്കി ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ആട്ടോ നമ്മുടെ ചൊറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചൊറി ഉണ്ടാവാനുള്ള മെയിൻ കാരണക്കാരൻ എന്താണെന്ന് വെച്ചാൽ ഒരു ചൊറിപ്പേനാട്ടോ. അപ്പോൾ ഈ ഒരു ചൊറിപ്പേന് ഇതിലുണ്ടാവുന്ന ഈ ഒരു നല്ല കായെല്ലാം മാറിയിട്ട് ചൊറിക്കായ ആക്കി മാറ്റി നമുക്ക് പണി തരുന്ന ആശാൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു പുതുതായിട്ടുള്ള ഒരു പോളകൾ കണ്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാട്ടോ അവർ തമ്പടിച്ചിരിക്കുന്നത്. ഇത് ഒളിച്ചിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആയിട്ടാട്ടോ അവർ നമ്മൾ കാണാറുള്ളത്. പൊട്ടിക്കില്ലേ പോന്നെ പൊട്ടിക്കില്ലേ ഗൈസ്. വളരെ മൈന്യൂട്ടാട്ടോ, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് ആ ഒരു പോള ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റുമ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ കൂടെ കേട്ടോ ഓടി കളിച്ചുകൊണ്ടിരിക്കുക. അത്രയും ചെറുതുമാണല്ലോ. ജസ്റ്റ് നമ്മൾ ആ ഒരു വിരിഞ്ഞ് വരുന്ന ഓരോ കൂമ്പുകളും ഇങ്ങനെ ആ ഒരു പോളയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് ഇങ്ങനെ മാറ്റുമ്പോഴത്തേനും ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഒരെണ്ണം ഉണ്ടായാൽ തന്നെ നമുക്ക് പിന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. കാരണം എൻ്റെ ഒരു മുട്ടയൊക്കെ വിരിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിലായാലും അവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഇതാണ്. നോക്കി ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഒരു 3-4 ഒരുമിച്ചിട്ടോ, അത്രയും ചെറുതാണേ. മഴക്കാലത്തേന് അപേക്ഷിച്ച് വേനൽക്കാലം ആകുമ്പോഴത്തേനും ഒരു 2-3 ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അത് മുട്ടയൊക്കെ ഇട്ട് വിരിഞ്ഞ് പെട്ടെന്നായിരിക്കും സ്പ്രെഡായിട്ട് ആ ഒരു ചൂട് ഫുള്ളങ്ങ് സ്പ്രെഡാകും. പിന്നെ അത് ചെറിയൊരു ഡിസ്റ്റൻസിലാണ് നമ്മുടെ എല്ലാ ചൂടുകളും നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ചെടിക്ക് ബാധിച്ചാൽ തന്നെ പെട്ടെന്ന് ബാക്കിയുള്ള ചെടികൾ കൂടി ഇത് അഫക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് കൊടുത്താൽ മാത്രമേ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കിതിനെ പ്രോപ്പറായിട്ടൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. നോക്കി ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും കുറേ കേട്ടോ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും ചെറുതാണെങ്കിൽ പോലും പണി കിട്ടുന്നത് നമുക്ക് വലിയ പണികളായിരിക്കും. കാരണം ഒരു കായ്കളിലേക്ക് മൊത്തത്തിൽ അങ്ങ് വ്യാപിച്ചിട്ട് ആ ഒരു കായ്കളെ മൊത്തം ഒരു ചൊറിക്കായാക്കി മാറ്റുകയും ചെയ്യും. മാത്രമല്ല നമ്മളെ ഏലം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കായാണ്. അപ്പോൾ കായാണ് ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു കായുടെ പ്രൈസിങ്ങൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ട് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോയി തന്നെ കാണാനൊക്കെ ഒരു ഭംഗി കുറവായിരിക്കും. നന്നായിട്ട് ചൊറി പിടിച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിലായാലും ഡിമാൻഡ് കുറവായിരിക്കും ഇങ്ങനത്തെ ചൊറി പിടിച്ചൊരു കായ്ക്കൊക്കെ. അപ്പോൾ എന്തായാലും ഇതിനെ പ്രതിരോധിക്കാനുള്ള മരുന്ന് നമ്മൾ അവിടെ അടിച്ച് കലക്കാൻ വേണ്ടി പോകാതെ നമുക്ക് നേരെ പണി തുടങ്ങും. ഈ ഒരു ഭാഗം എടുത്താൽ തന്നെ മേളിലേക്കൊക്കെ നമ്മൾ കുറച്ച് വർഷം മുന്നേ നമ്മൾ വെച്ച് കൊടുത്തുള്ള ഏലത്തിൻ്റെ ചൂടുകളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ചൂടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത്യാവശ്യം നന്നായിട്ട് തന്നെ വട്ടം വീശി നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ താഴേക്കാട്ടോ നമ്മൾ ഇപ്പോൾ വെച്ച് കൊടുത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേപോലെ ജാതി തൈകൾ കൂടി ഉണ്ട്. ചേട്ടൻ അവിടെ മോട്ടർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് പറയുന്നത് ഒന്നും കേൾക്കാൻ വേണ്ടി പറ്റാട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സൗണ്ടിൽ ഭയങ്കര സൗണ്ടായിരിക്കും കേട്ടോ. എന്നാലും നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ പണി തുടങ്ങാം. നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് ഓസൊന്ന് വലിച്ചിടാനിടുമ്പോൾ എന്തായാലും നമുക്കതൊന്ന് വലിച്ചിടാം. അതേപോലെ തന്നെ നമുക്ക് താഴെ നിന്ന് സംസാരിച്ചൊന്നും കേൾക്കില്ല കേട്ടോ. അത്രയും സൗണ്ടാണ് നമ്മുടെ ഒരു മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു മോട്ടറിൻ്റെ സഹായത്തോട് കിട്ടാണല്ലോ അടിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നല്ല ഫ്ലോയിൽ തന്നെ നമുക്ക് ആ ഒരു പൈപ്പിലേക്ക്, അതായത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഓസ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് കേട്ടോ ആ ഒരു മോട്ടറിലൂടെ നമുക്ക് മരുന്ന്. പിന്നെ ഇപ്പോഴാണെങ്കിൽ നോക്കിയാൽ ക്ലൈമറ്റ് നന്നായിട്ട് തന്നെ കേട്ടോ ചേഞ്ച് ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ടൊരു ക്ലൈമറ്റേ അല്ല കേട്ടോ, ആ ഒരു വെയിലെല്ലാം നന്നായിട്ട് തന്നെ മാറിയതാണ്, വേറൊരു ക്ലൈമറ്റായി മാറിയിട്ടുണ്ട്. നമ്മളിതാ മരുന്ന് അടിച്ചടിച്ചിട്ട് ഒരു പകുതിയോളം ആയിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ കുറച്ച് ടൈമും ആയില്ല തുടങ്ങിയത്. നമ്മൾ വീണ്ടും ഒരു 2 ഡ്രം കൂടി കലക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അതായത് വന്നതിന് ശേഷം 3ാമത്തെ ഡ്രമ്മാണ് ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു പകുതിയോളം ആയി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല കാറ്റുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല തണുത്ത കാറ്റാടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ചൂടോ വെയിലോ അതുപോലെ തന്നെ ഒരു മടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഒരു നല്ലൊരു ക്ലൈമറ്റ് ആട്ടുണ്ടായിരുന്നു മരുന്നടിക്കാനൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ ചാൻസ് ഉണ്ടോയെന്ന്. കാരണം ഒരു തണുത്തൊരു അന്തരീക്ഷമാണ്, മാത്രമല്ല ഒരു തണുത്ത കാറ്റും പിന്നെ നല്ല കാർമേഘമൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അറിയില്ല കേട്ടോ, പെയ്യുവാണെങ്കിൽ കുറച്ച് അടിപൊളിയായിരിക്കും. കാരണം ഇതേപോലെ നമ്മൾ വളങ്ങളോ മരുന്നുകളൊക്കെ കലക്കി ഒഴിക്കുന്നതിൻ്റെ അന്ന് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് മഴ പെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അതിലേക്ക് പിടിക്കാൻ കുറച്ചുകൂടി അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു താഴ്ഭാഗത്തിൽ നിന്ന് അടിച്ചടിച്ച് ഒരു പകുതിയോളം എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേനും അവിടെ നിന്ന് ഇങ്ങനെ വലിയൊരു കയറ്റാട്ടോ, കയറ്റം കയറി ഏകദേശം മടുത്തു ഗൈസ്.
അപ്പോൾ നമ്മുടെ ആവണിക്കുട്ടിനെയൊക്കെ നമ്മളിതാ വീട്ടിലേക്ക് ആക്കിയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അത് തുടക്കത്തിലുണ്ടായിരുന്നു, പിന്നെ നമ്മൾ അവളെ മരുന്നടിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ മരുന്നൊക്കെ കളിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ആളെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ അമ്മയുണ്ട്, നേരം ആളെ നമ്മൾ അവിടെ ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ആട്ടോ അടിക്കാനുള്ളത്. നോക്കി എന്താ ഇങ്ങോട്ടേക്കുള്ളത് ഫുള്ള് നമുക്ക് അടിക്കാൻ കിടക്കണം. അപ്പോൾ വെള്ളയ്ക്ക് ഉണ്ട് എടുക്കുന്നേരം ഇന്ന് നമുക്ക് മാക്സിമം തീർക്കാൻ പറ്റുമോ, എത്രത്തോളം തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇനി നമുക്ക് ഇപ്പോൾ അടിച്ചതിൻ്റെ അത്രയും നമുക്ക് ഇനി അടിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം, നമുക്ക് മാക്സിമം തീർക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ എന്തായാലും തീർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്തായാലും നാളെ വരും കേട്ടോ. നാളെ വന്നിട്ട് ബാലൻസ് ചെയ്ത് അടിച്ച് എല്ലാം സെറ്റാക്കും. കാരണം ഇന്ന് പഠിച്ച് തീർത്തിട്ട് നാളെ നമുക്ക് അടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരേ ലെവലിൽ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരേ ടൈമിൽ തന്നെ മരുന്നായാലും വളങ്ങളായാലും ഒക്കെ കറക്റ്റ് ടൈമിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടും കേട്ടോ. അല്ലാതെ നമ്മളിപ്പോൾ പകുതി നമ്മൾ ഇന്ന് അടിച്ചിട്ട് പകുതി നമ്മൾ ഇനി വേറെ കുറച്ച് ദിവസങ്ങൾ ശേഷം അടിക്കുന്നുണ്ടെങ്കിൽ മറ്റേത് നന്നായിട്ട് തന്നെ സെറ്റാവും ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കീടങ്ങളും കാര്യങ്ങളൊക്കെ മറ്റേതിലേക്ക്, അതായത് അടിക്കാത്തതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ. അപ്പോൾ എന്തായാലും ചെയ്യുമ്പോൾ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെനിഫിറ്റ് ഇടുന്നത്. നമുക്ക് ബാക്കി കൊണ്ട് അടിക്കാൻ ഞാൻ കുറച്ച് ഓസ് വലിക്കാൻ അന്ന് വലിക്കട്ടെ. ഓസ് വലിക്കണം മതി, കുറച്ച് നമുക്ക് ഇളക്കുന്നതൊക്കെ നമുക്ക് ഒരു മരുന്ന് അടിക്കുമ്പോൾ ഇതൊക്കെ മെയിനാട്ടോ. കാരണം നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലേ ആ ഒരു കണ്ടൻറ്റ് നന്നായിട്ട്, അല്ലാതെ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇളക്കിയിട്ട് പിന്നെ ഇളക്കാതിരുന്നാലും ആ ഒരു ഭാഗം താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ കെട്ടി കിടക്കും. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതി തന്നെ എല്ലാവരും ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും മേളിലായിട്ടാണ് ഏട്ടനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴേക്ക് ഒരുപാട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് പോസിബിൾ അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സൗണ്ട് ആട്ടോ മോട്ടറിൻ്റെ കരകരാന്നുള്ള ആ ഒരു സൗണ്ടിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന വോയിസ് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കണം എന്നുണ്ടാവില്ല കേട്ടോ. കാരണം നല്ല സൗണ്ടാണ് അതിൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇവിടെ കയറി വന്നുള്ളത്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഓസൊന്ന് കളിക്കാനും ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ പോയിട്ടൊന്ന് ഇളക്കി ബാക്കിയുള്ള ഓസ് കൊണ്ട് വലിച്ച് സെറ്റാക്കട്ടെ. ഇതിൻ്റെ ഇടയിലുള്ള സ്പേസിലാട്ടോ നമ്മളിപ്പോൾ ഇതാ പുതുതായിട്ടുള്ള ഇലങ്ങളൊക്കെ വെച്ച് വിടുള്ളൂ. ഇതും നമ്മൾ ഈ ഒരു വർഷം വെച്ച് കൊടുത്തുള്ള ആട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഇതാ സെറ്റായി നിൽക്കുന്നുണ്ട്. താഴേന്നായാലും നന്നായിട്ട് ചിമ്പൊക്കെ പൊട്ടി നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ നമ്മൾ ഈ അടുത്ത് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിറക്കുന്ന സ്പേസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസൊക്കെ നമ്മൾ പരമാവധി ഈ പ്രാവശ്യം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് അതിൻ്റെ താഴെയായിട്ട് നമ്മളിത് കൊടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൊടിയൊക്കെ നമ്മളിതാ മുരിക്കിലാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുരിക്കങ്ങ് നല്ല ഹൈറ്റിലാട്ടോ പോയിരിക്കണം. മുരിക്കൊക്കെ നമുക്ക് വെട്ടി കോതി ഇറക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് വേണം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എവിടെയായിട്ട് തന്നെ വേറൊരു ജാതിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ കലക്കി വെച്ചിട്ട് നമ്മുടെ ഒരു ഡ്രം ഉണ്ടല്ലോ, ആ ഒരു ഡ്രം ഇതാ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണുന്നുണ്ടോ എന്നറിയില്ല കൈസ്, ഒരു ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ, കുറച്ചുകൂടി താഴ്ഭാഗത്തായിട്ടാണ്. ഞാൻ അത്യാവശ്യം ഇങ്ങനെ വെള്ളമാട്ടോ കയറി നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല. കുറച്ച് താഴെയായിട്ടാണ് നമ്മുടെ ഡ്രം ഉള്ളത്. ഇപ്പോൾ ഒരു വരിയിലൊക്കെ ആയാലും നമുക്ക് നിൽക്കാനൊക്കെ ആയാലും നല്ല അടിപൊളിയാണ്. കാരണം ഇവിടെ അങ്ങനെ എന്താ പറയുക പുല്ലോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഫുള്ള് നമ്മൾ തൂമ്പയ്ക്ക് ചെത്തി, അതുകൊണ്ട് തന്നെ പുല്ലൊന്നും അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ തൂമ്പയ്ക്ക് ചെത്തി ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. കാരണം കുറേ നാൾ പിന്നെ നമുക്കങ്ങനെ പുല്ലോ കാര്യങ്ങളൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് പാടുണ്ട് കേട്ടോ. അതായത് തൂമ്പയ്ക്ക് ചെത്തുകയെന്ന് പറയുമ്പോൾ നല്ല ടാസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ നമ്മൾ ആളെ വിളിച്ചിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറ്റിപ്പോൾ കാട് വെട്ട് മെഷീനൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് പരിപാടി അങ്ങ് തീരും. പെട്ടെന്നായിരിക്കും നമ്മുടെ പരിപാടികളൊക്കെ പെട്ടെന്ന് ഷർവടിയിൽ അങ്ങ് തീരും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ അതായത് ഒരാളെ വിളിച്ച് ചെയ്യുകയാണെങ്കിലും ആ ഒരു നമ്മുടെ മെഷീൻ്റെ ഒരു സ്പീഡ് എന്തായാലും ആൾക്കാർക്കായാലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം കൊടുക്കുക. അതുപോലെ തന്നെ പണിക്കൂലായാലും അത്യാവശ്യം ആവട്ടെ. പക്ഷേ നമ്മുടെ പറമ്പ് നല്ല അടിപൊളി സെറ്റായി കിടക്കും. ആ വെള്ളയ്ക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാട്ടോ കിടക്കുന്നത്. അത് കാണുമ്പോൾ ഒരു വല്ലാതെ സന്തോഷമാണ്. നമ്മൾ വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഒരുപാട് കാലം പഴക്കമുള്ളൊരു ഇല്ലിക്കൂട്ടാട്ടോ നിന്നിട്ടുണ്ടായിരുന്നു. നോക്കി ഇല്ലക്കൂട്ടത്തിനൊക്കെ നമ്മൾ ഈ ഒരു ലെവലാക്കി എടുത്തിരിക്കണം. കാരണം നമുക്ക് ഓൾറെഡി 2 ഇല്ലിക്കൂട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരെണ്ണത്തിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഉള്ളൂ. കാരണം ഈ ഒരു ഇല്ലിക്കൂട്ടം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിങ്ങനെ ആ ഒരു ഏരിയ ഫുള്ളങ്ങ് കീഴടക്കൂട്ടോ. ആ രീതിയിലാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നല്ല ഒരുപാട് സ്ഥലം ഇങ്ങനെ കൈയടക്കിയിരിക്കും. അപ്പം നമ്മൾ അവിടെയൊക്കെ വെറുതെ ഇങ്ങനെ സ്ഥലം കിടക്കുമല്ലേ. അതായത് ഒരു ഇല്ലിക്കൂട്ടാകുമ്പോഴും നമുക്ക് ഒരുപാട് നെല്ലിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മുളയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം നിർത്തിയിട്ട് ഒരെണ്ണത്തിന് നമ്മൾ ഈ ഒരു ലെവലാക്കിയിട്ട് ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇഞ്ചി മഞ്ഞളൊക്കെ ആയിട്ട് നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താ നമ്മുടെ ബാക്കിയും കൂടി ഒന്ന് കലക്കി, അതായത് നമ്മുടെ കൂട്ടി വെച്ച മരുന്ന് ഏകദേശം തീരാനായിട്ടുണ്ട്. നമ്മുടെ മെഷീൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് താഴെ പോയിട്ട് മെഷീൻ ഒന്ന് ഓഫാക്കാം. ഇവിടെയാണെങ്കിൽ നോക്കിയ ഗൈസ് നമ്മുടെ കാപ്പി കേട്ടോ നല്ല അടിപൊളിയായിട്ട് മുല്ലമുട്ട് പോലെ ആട്ടോ നിൽക്കുന്നത്. പൂക്കാനായിട്ട് ഇങ്ങനെ ഒരു വെയിറ്റിങ്ങിലാട്ടോ. ഫുള്ളിങ്ങനെ മുട്ടിൽ കുളിച്ച് നിൽക്കുവാണേ. ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ ഇത് ഫുള്ളൊരു വെള്ളമായിരിക്കും. ഇലകൾ പോലും ഇങ്ങനെ മറിയുന്ന രീതിയിൽ നിറച്ച് പൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം കൂടി ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ചൂട്ടിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം. കാരണം ഫുള്ള് തേനീച്ചയായിരിക്കും. ഇതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് കാപ്പിയൊക്കെ പൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറമ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തേനീച്ചയുടെ മുകളിൽ കേൾക്കാട്ടോ. നല്ല വിരിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു മുല്ലപ്പൂവിൻ്റെ ടെക്സ്ചറാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് നോക്കി ഈ ഒരു ഭാഗത്തൊക്കെ കാപ്പി,
നേരത്തെ പൂത്തതായിട്ടോ, പക്ഷെ ഇതാ വീണ്ടും ഒരു വട്ടം കൂടി ഇതാ പൂക്കുന്നുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ചിങ്ങനെ മുട്ടിൽ കുളിച്ച് നിൽക്കുക കേട്ടോ പല കാപ്പിയും. ഇതിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മുടെ പറമ്പിലെ നമ്മുടെ ഏലത്തിനൊക്കെ നമ്മളെപ്പോഴും മരുന്നൊക്കെ അടിക്കാറൊക്കെ. അതാകുമ്പോൾ നല്ല ഫ്ലെക്സിബിളാണ്. ഒന്ന് മടങ്ങിയൊക്കെ ചെയ്താലും അങ്ങനെ ഒടിയോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ ഒന്ന് മടങ്ങിയാലും നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ 2 വാങ്ങിയിട്ടുണ്ട് നമ്മൾ. തികയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഏലത്തിൻ്റെ കപ്പാസിറ്റി കുറച്ചുകൂടി കൂട്ടിയതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ വാങ്ങിയിരിക്കണം. എന്തായാലും അടിപൊളിയാട്ടോ നമുക്കിത് വെച്ചിട്ട് മരുന്നൊക്കെ അടിക്കാനായിട്ട്. അപ്പോൾ ഈ രീതിയൊക്കെ നമ്മൾ ഫുള്ള് പഠിച്ച് കഴിഞ്ഞതാണ്. ഇവിടെയൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാട്ടോ, ഞാൻ നേരത്തെ കാണിച്ചു തന്നൊരു സംഭവം ഇതിൻ്റെ ഇടയിലൊക്കെ ആയാലും ഉണ്ടേ. എന്താ കൈസ് നോക്കി, തുറന്നപ്പോൾ തന്നെ കാണുന്നുണ്ട്. എത്രത്തോളം നമുക്കത് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഏറ്റവും മേളിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതാ ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. കാരണം ഇതിങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു കായിനെ മൊത്തത്തിൽ അങ്ങ് ബാധിക്കും. ഇതാ ഇതൊക്കെ നോക്കി തന്നെ പറയാം. ഇതൊക്കെ നമ്മുടെ ചൊറി പിടിച്ച കായാണ്. നോക്കി സൈസും കുറവാണ് കായ്ക്ക്. അതേപോലെ തന്നെ നമുക്ക് ഒരു ചൊറി പിടിച്ച കായതുകൊണ്ട് ആ ഒരു ഷൈനിങ് ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വിൽക്കുന്ന ടൈമിലായാലും നമുക്ക് മാർക്കറ്റിലായാലും ഡിമാൻഡ് കുറവാട്ടോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇത് ഫുള്ളായിട്ട് നോക്കി നിറച്ച് ചെറിയാട്ടോ ഈ ഒരു കായിലായാലും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ ഇതിൻ്റെ ആവാസം. അതുകൊണ്ട് പെട്ടെന്ന് താഴെ ഇറങ്ങി ഇതൊക്കെ ഈ ഒരു ലെവലിലാക്കാൻ വേണ്ടി അവർക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഒരു കായിൻ്റെ ടെക്സ്ചർ മൊത്തത്തിൽ അങ്ങ് മാറിയിട്ട് ഒരു ഗ്ലൈസിങ് ഒക്കെ മരുന്ന് നോക്കിയതാട്ടോ അതിൻ്റെ ഒരു ഗ്ലൈസിങ്. അത് ചൊറി പിടിച്ചുകൊണ്ട് നോക്കി മൊത്തത്തിൽ നോക്കി അതിൻ്റെ ഒരു ടെക്സ്ചർ ഒക്കെ നോക്കി നോക്കാം. നമുക്ക് എന്തായാലും മരുന്നടിച്ച് ഇവന്മാരെയൊക്കെ ഒന്ന് തുരത്തണം. ഇല എല്ലാം ഒരുക്കിയിട്ട് നമ്മൾ ചപ്പൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടാവും ചൂട്ടിൽ. പിന്നെ നമുക്കറിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലും ആ ഒരു ചപ്പൊക്കെ നിറച്ച് തൂങ്ങിയൊക്കെ കിടക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നേരെ അതിലേക്ക് കിട്ടില്ല. ഇപ്പോൾ എല്ലാം ഒരുക്കിയ ശേഷം ഇങ്ങനത്തെ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പിടിക്കും കൂടി ചെയ്യുമല്ലോ. കേട്ടോ ഇതിലൊക്കെ എനിക്ക് അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഡ്രം ഇരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകട്ടോ. കാരണം വരുന്നില്ല, ഞാനിപ്പോൾ കുറച്ച് നേരമായിട്ട് ഇളക്കി കൂടുതൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു എഫക്റ്റീവായിട്ട് ആ ഒരു മരുന്ന് നമ്മുടെ ആ ഒരു ഓസിലൂടെ കറക്റ്റായിട്ടും കൂടി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും നിന്നുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടി ഇളക്കി കൊടുക്കും. അങ്ങനെ എന്തായാലും കഴിച്ച് നമ്മൾ പകുതിയോളം മരുന്ന് നന്നായിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കുമ്പോൾ പ്ലേറ്റൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം നമുക്ക് പ്രകൃതി തന്നെ കരിഞ്ഞിരിക്കും ഇതേപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്ലേറ്റ് എടുത്തില്ലും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു നീളത്തിൽ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിന്ന് ഫുഡ് കഴിക്കാൻ ആവണി കുട്ടിയൊക്കെ അവിടെ സൈഡായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ട്യൂഷനിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് കഴുകി എടുത്താണല്ലോ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നതാ നമുക്കിന്ന് ഉണക്കമീൻ കൊണ്ടുള്ള കളികളാണ് ഗൈസ്. നമുക്ക് ഉണക്കമീൻ വറുത്തതും അതേപോലെ തന്നെ ഉണക്കമീൻ കറിയും കേട്ടോ. ഇത് തോരനൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഒന്നും എടുത്തില്ല കേട്ടോ. കൊണ്ടുവരാനെല്ലാം എല്ലാം പാടെ എടുത്ത് വരാനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ. ഇതാ നല്ല നാരങ്ങാച്ചാറും കൂടി ഉണ്ടേ. അച്ചാറ് കുറച്ച് കൂടി പോയിരുന്നു. അവൻകുട്ടി മാമ്പ് കഴിക്കാവാ. നല്ല തണുത്ത കാറ്റും വീശുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏലത്തിൻ്റെ പകുതിയോളം നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇപ്പം നമ്മളിതാ വലിയ ഏലത്തിൻ്റെ ചുവട്ടിലായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നല്ലൊരു തണലും കൂടി ഉണ്ട് ഇവിടെ. എന്താണ് ചോറ് ഗൈസിന് ചോറ് കൊടുക്കണോ മീടിക്ക് കുട്ടി. പിന്നെ ഇങ്ങനെ നമ്മൾ പറമ്പിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. കറി സൂപ്പറാണോ? അതെ സൂപ്പറാണോ? ആവണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? എന്തായാലും ഫുഡ് കഴിക്കലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കൂടി ഉണ്ടായിരുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആളമ്മ കൊണ്ടുപോയിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാൻ നേരം ആയപ്പോഴത്തേനും അമ്മ അവളെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ആവണിക്കുട്ടി നമ്മൾ മരുന്നടിക്കുകൊണ്ട് ആളെ അങ്ങനെ മരുന്നടിക്കുന്ന ടൈമിലൊന്നും അങ്ങനെ നിർത്താറില്ല. പിന്നെ അവളെ കൊണ്ട് പോയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ബാലൻസ് കുറച്ചുകൂടി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർക്കട്ടെ. എന്നാലും 2-3 ഡ്രം ഇനി കലക്കി എടുക്കാണ്ടാവും. കാരണം
ഇനി മുകളിലേക്ക് അത്യാവശ്യം നമുക്ക് അടിച്ച് കയറാണ്ട്. അപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3 ട്രിപ്പ് അടുപ്പിച്ച് എന്തായാലും പറ്റുവാണെങ്കിൽ നമുക്ക് അടിച്ച് നോക്കി നോക്കാം കേട്ടോ. പരമാവധി നമുക്ക് എന്തായാലും തീർക്കാൻ പറ്റുന്നത്ര തീർക്കുവാണെങ്കിൽ നമുക്ക് അത്രയും അടിപൊളിയാണല്ലോ. കാരണം പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പം തന്നെ നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം. കാരണം മഴ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വരാനുള്ള എല്ലാ ചാൻസും കാണട്ടോ. മേളിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഇരുണ്ട് കൂറ്റാട്ടോ കർമ്മയൊക്കെ നിൽക്കുന്നത്. എന്തായാലും മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് എത്രത്തോളം അടിച്ച് തീർക്കാനും കൂടി പറ്റുവാണെങ്കിൽ മഴ പെയ്താൽ നല്ലതല്ലേ. അപ്പം എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും സംസാരിച്ചിരുന്നാൽ നമുക്ക് ടൈം ഒട്ടും കിട്ടില്ല. അതുകൊണ്ട് ബാക്കി ചെയ്യാതെ നമുക്ക് ഡ്രമ്മൊക്കെ ഇതാ ആ ഒരു ഭാഗത്തായിട്ടോ ഇരിക്കുന്നത്. ഡ്രമ്മ് കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കയറ്റി വെച്ചിരിക്കാം. കാരണം ആ ഒരു ഏരിയയിൽ നമ്മുടെ കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് ആ ഒരു ഏരിയയിലേക്ക് കുറച്ച് കയറ്റിയിട്ടാട്ടോ വെക്കാറുള്ളത്. ആ ഒരു ഭാഗത്തെ കഴിഞ്ഞ അവസ്ഥയ്ക്ക് നമ്മൾ മുകളിലേക്ക് കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കാറ്റാട്ടോ, നമ്മളിങ്ങനെ മടുത്തൊക്കെ നിൽക്കുമ്പോൾ ഈ ഒരു കാറ്റിങ്ങനെ വിഷുമ്പൊരു വല്ലാത്തൊരു സ്വർഗ്ഗമാട്ടോ. നല്ല തണുത്ത കാറ്റുണ്ടേ. അപ്പോൾ എന്നാലും കഴിച്ച് ഞങ്ങൾ എന്തായാലും ബാക്കി നിന്ന് അടിച്ച് സെറ്റാക്കിയിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു തണ്ട് ദൂരപ്പനും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്നാലും അത് എത്രത്തോളം റിസൾട്ട് കിട്ടുന്നൊക്കെ എന്നാലും വരുന്ന ഓരോ വീഡിയോസിലൂടെയും കാണിച്ചു തരാം. എന്നാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതിൽ ഓളുന്നൊരു ഓപ്ഷൻ എനേബിൾ കൂടി ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടിരിക്കൂ.